വെൽക്കം ബാക്ക് ടു തെന്നൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ വീഡിയോ നമ്മളത് കുറച്ച് സൗണ്ട് കുറവായിരുന്നു അല്ലേ? അത് എൻ്റെ അടുത്ത് വന്ന് തെറ്റാണ്. ഞാൻ വീഡിയോയിൽ നമ്മളെ മൈക്ക് സെറ്റ് ചെയ്യുന്നതിൽ വന്ന ചെറിയ പാളിച്ചയാണ്. സോറി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലത്തെ സാരി എടുത്ത് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ഒന്ന് പറയാനാണ്. പ്രൈസ് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനില്ലേ ഇന്നലെ നമ്മൾ കാണിച്ച കേരള സാരികളുടെ പ്രൈസ് ഞാൻ ഒന്നുകൂടി പറയാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതിൽ തുടങ്ങാം. ഇത് നമ്മൾ ഇന്നലെ കാണിച്ച കണ്ടോ ടൈ ആൻഡ് ഡൈ സാരി അല്ലേ? ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 950 ഇതിന്റെ പ്രൈസ്. ഈ ടൈ ആൻഡ് ഡൈ സാരി എല്ലാ സാരികളുടെ പ്രൈസും 950. ഇതും ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 850 ഈ സാരിയുടെ പ്രൈസ്. ഇതുണ്ടോ, പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. അടുത്തത് അതെ ടൈ ആൻഡ് ഡൈ സാരി തന്നെ. അതിന്റെ പ്രൈസ് 950 950 അടുത്ത സാരി നമ്മൾ കണ്ട പ്യുവർ ഹാൻഡ്ലൂം കോട്ടണിലെ ഈ സാരി ഓർക്കുന്നില്ലേ? ഇന്നലെ നമ്മൾ കണ്ട അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 890 ഇതിന്റെ പ്രൈസ് 890 ഇത് ഞാൻ ഇന്നലെ ഉടുത്ത സാരിയുടെ മോഡല് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇന്നലെ ഉടുത്തത് പ്യുവർ കോട്ടൺ ആണ്, ഇത് ഹാൻഡ്ലൂം കോട്ടൺ ആണ്. അതിലും ഭംഗിയിൽ ഈ സാരി നിൽക്കും. അടുത്ത സാരി നമ്മളെ ഹാൻഡ്ലൂം ടിഷ്യൂലുള്ള സാരിയാണ് കേട്ടോ. ഈ സാരീന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1299 സാരി കേട്ടോ നിങ്ങൾ. ഈ സാരിയുടെ പ്രൈസ് 1299 1299. ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് നമ്മളെ ഹാൻഡ്ലൂം ടിഷ്യൂ തന്നെയുള്ള നമ്മളെ ആനയും ലോട്ടസിലുള്ള നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇത് കണ്ടോ, ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1175 1175. ഇതില് രണ്ട് ടിഷ്യൂ സാരി ഞാൻ കാണിച്ചിട്ടുണ്ടായില്ലേ? ആ ടിഷ്യൂ സാരികൾ ഇതുപോലത്തെ രണ്ട് ടിഷ്യൂ സാരികൾ കാണിച്ചിട്ടുണ്ടായില്ലേ? ആ ടിഷ്യൂ സാരികളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1099 1099 1099. ഇനി നമുക്ക് നമ്മൾ ആ സാരീന്റെ പ്രൈസ് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ സൽവാർ മെറ്റീരിയൽസ് നോക്കാം. ഇന്ന് കുറച്ച് സൽവാർ മെറ്റീരിയൽസ് ഉണ്ട്. അത്രയധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. ഓണത്തിന് മുന്നേ എന്തായാലും എത്തും. ഇപ്പോൾ കണ്ണൂർ ജില്ലയാണെങ്കിൽ 1 ഡേ പറഞ്ഞത് കൊറിയർ DTDC പറഞ്ഞത് 1 ഡേ ആണ്. അതല്ല പോസ്റ്റലാണെങ്കിൽ അതൊരു 3-4-5 ദിവസം, ഒരു 4-5 ദിവസം കണ്ണൂർ ജില്ലക്ക് പുറത്തെടുക്കും. അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓണത്തിന് മുന്നേ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് എനിക്ക് വാട്സപ്പ് വഴി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഓണത്തിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ അന്നത്തെ വീഡിയോ അത്ര ക്ലിയർ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാൽ അത് ശരിക്കും എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല, അത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. ഓരോരുത്തരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതത്ര ക്ലിയർ ആയില്ല. ഓണത്തിന്റെ സൽവാർ മെറ്റീരിയൽ നിങ്ങൾ കാണിച്ചു. കുർത്തി മെറ്റീരിയലാണ്, സോറി. അപ്പോൾ അതാണ് ഇത് കേട്ടോ. അപ്പോൾ നല്ല വർക്കാണ് ഇത്. അപ്പോൾ ഇത്ര അടുത്തുനിന്നാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ പൈസ എന്ന് പറയുന്നത് 750. ഇതിന്റെ പ്രൈസ് 750 രണ്ടോ. ഇങ്ങനെ അടിയിൽ അറ്റത്തായി ബോർഡർ ഉണ്ട്. ഇത് നമുക്ക് എന്നെ പോലെ നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് നന്നായി തയ്ക്കാൻ പറ്റുന്ന ഒരു കുർത്തിന്റെ മെറ്റീരിയലാണ് ഓണത്തിന്. നമുക്ക് സാരി ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടുണ്ടാവുമല്ലോ, അവർക്കെല്ലാം നല്ലതാണിത്. അതിന്റെ വേറൊരു അല്ല
അതിന്റെ വേറൊരു മെറ്റീരിയലാണ്. ഹാൻഡ്ലൂം ടിഷ്യൂ ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര നല്ല ഭംഗിയിൽ നിൽക്കുന്ന മെറ്റീരിയലാണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വർക്കും, ഇതിൽ നിറയെ വർക്കും. ഇതിന്റെ എല്ലാം പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ കണ്ടു ഇങ്ങനെ ബോർഡർ ഉണ്ട്. ഇതിന്റെ എല്ലാം പ്രൈസ് ഈ ഹാൻഡ്ലൂം ടിഷ്യൂവിൽ വരുന്ന കുർത്ത മെറ്റീരിയലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 750 ആണ്. ഇതിന്റെ ഒരു സിൽവർ കളർ കൂടി ഉണ്ട്. ഈ സിൽവർ കളറ് ഇതാണ്ടോ, സിൽവർ കളർ ഉണ്ടോ? ഇതിൽ നിറയെ നിങ്ങൾക്ക് അടുത്തുനിന്ന് വെച്ചാൽ മനസ്സിലാവുമായിരിക്കും. ഇതിൽ നിറയെ വരുന്നത് സ്റ്റോൺ വർക്കാണ് കേട്ടോ. സ്റ്റോൺ വർക്കാണേ നിറയെ ഉള്ളത്. അതിൻ്റെ തന്നെ ഇവിടെ അടിയിലായിട്ട് ബോർഡറും. ഇപ്പോൾ ഇത് ഓണത്തിന്റെ ഐറ്റം ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല കുറച്ച് ഇതിനെ പോലെ നല്ല വണ്ണമുള്ള ആൾക്കാർക്ക്, പിന്നെ കാണിയും വണ്ണമുള്ള ആൾക്കാർക്കും നല്ല ഭംഗിയുണ്ടാവും. തുന്നാൻ അത്രയും സൗകര്യമുണ്ട്. തുണി അത്രയും കുറച്ച് വീതിയുള്ള തുണിയാണ്. ഇനി അടുത്തത് നമുക്ക് സൽവാർ സ്യൂട്ടിന്റെ മെറ്റീരിയൽസ് നോക്കാം. ഫസ്റ്റ് ഓണായതുകൊണ്ട് തന്നെ ഒരു ജയ്പൂരി പ്രിന്റിലുള്ള ഒരു മെറ്റീരിയലാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള. ഇത് നിങ്ങൾ കാണുന്നത് ഇത് മാത്രമേ പ്രിന്റ് ഉള്ളൂ. ഇതിന്റെ നടു കണ്ടോ, ഇതിന്റെ ഉള്ളിൽ മൊത്തം വർക്കാണ്. വൈറ്റ് നൂല് കൊണ്ടുള്ള വർക്കും അതില് സീക്വൻസിന്റെ അതിൽ ഇടവിട്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. ഇതിന്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ തയ്ക്കാൻ പറ്റൂ. അതിന്റെ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് തയ്ക്കാൻ പറ്റില്ല. ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് ഓക്കെയാണ് ഇത്. അതിന്റെ ഷോള് ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ഷോള്. കണ്ടോ, ഇത് നല്ല ജോർജറ്റിന്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അതിൽ നിറയെ എംബ്രോയിഡറി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ജോർജറ്റിലുള്ള ഷോളും. അത് കോട്ടണിലാണ്. പാൻറ് കോട്ടൺ ആണ്. പാൻറ് വൈറ്റ് കോട്ടൺ പാൻറ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1100 രൂപയാണ്. ഈ ഡ്രസ് മെറ്റീരിയലിന്റെ വില 1100 രൂപ. അടുത്തത് നമുക്ക് ചന്തേരി സിൽക്കില്ല, പ്യുവർ അല്ല, സെമി ചന്തേരി എന്ന് പറയാം. പക്ഷെ ഇതിൽ ചില സെമി ചന്തേരി ആയാലും ചില മെറ്റീരിയൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് റഫായിട്ടുണ്ടാവും. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെയാ. ഇത് നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ, അധികം എന്താ പറയാ, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള, തുന്നിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ചന്തേരി സിൽക്കാണ്. അതിന്റെ അറ്റത്ത് കേട്ടോ ഇങ്ങനെ ഒരു പ്രിന്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ സ്പെഷ്യലായിട്ട് ഒന്നും മേലെ സ്പെഷ്യലായിട്ട് വേറെ ഒരു വർക്കൂല. ഇങ്ങനെ പ്ലെയിൻ എന്ന് പറഞ്ഞുകൂടാ. ഇതിൽ ചെറിയ കേട്ടോ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ട്. ഇതിൽ ചെറിയ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ട്. നല്ല ഭംഗിയുള്ള തുണിയാണ്. ഉടുക്കാൻ നല്ല ഇട്ടാൽ നമുക്ക് അതിന്റെ അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു തുണിയാ. അതിന്റെ പാൻറ് എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ പാൻറ് എന്ന് പറയുന്നത് ഇതിലുള്ള ഈ ഒരു കളറില്ലേ, ഇതിലുള്ള ഈ ലൈറ്റ് ആ കളറാണ് ഇതിന്റെ പാൻറ്. ഇനി അതിന്റെ ഷോളാണ് നമുക്കുള്ള ചന്തേരി സിൽക്ക് തന്നെയുള്ള ഷോളാണ് ഇത്. ഇതുണ്ടോ ഇതിന്റെ ഷോള്, ഇതാ നല്ല ഭംഗിയുള്ള ഷോൾ. അതും ഉണ്ടോ, നല്ല ഭംഗിയുള്ള ഷോളായിരുന്നു അതിന്റെ ഷോളായത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 750 ആണ്. ഈ ചന്തേരി സിൽക്കിലുള്ള ഈ സൽവാർ മെറ്റീരിയലിന്റെ വില 750 ആണ്. ഇതിന്റെ പാൻറ് കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ ആണ് പാൻറ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക്. ഇതിപ്പോ പാൻറിന്റെ തുണി എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ് ഉണ്ടാവുക.
അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്കാണ് നല്ലത്. ഡബിൾ എക്സൽ, എക്സൽ, ഡബിൾ എക്സൽ വരെ ഉള്ള ആൾക്കാർ. അതിൽ കൂടുതൽ നമ്മൾ വണ്ണുള്ള ആൾക്കാരാണെങ്കിൽ എടുക്കണ്ട. ഇത് ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്കാണ് ഇത് നല്ലത്. കാരണം ഇതിന്റെ ടോപ്പ് തയ്ക്കാനുണ്ടാവും, പക്ഷേ ഇതിൽ പാൻറ്റിന്റെ അളവ് കുറവാണ്. അത് 2 മീറ്റർ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് അത് എടുക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട ജയ്പൂരി കോട്ടൺ. ഈ ജയ്പൂരി കോട്ടണില് എൻ്റെ ഫേവറേറ്റ് ആണ് ജയ്പൂരി സൽവാർ മെറ്റീരിയൽസ്. എനിക്ക് ഏറ്റവും കൂടുതലുള്ളതും ജയ്പൂരി മെറ്റീരിയൽസ് ആണ്, അതിലുള്ള സൽവാർ സെറ്റ്സ് ആണ്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെയുണ്ട്. ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ ഇതില്. നിറയെ എംബ്രോയിഡറിയും അതിന്റെ നടുക്കൊക്കെ എന്താ പറയാ മിറർ വർക്ക് ഉണ്ട്. ഇത് ഫോയിൽ മിറർ അല്ല, റിയൽ മിറർ വർക്കാണ് കേട്ടോ. ഇത് എവിടെയെല്ലാം അറ്റത്തറ്റ ഓരോ സ്ഥലത്തായിട്ട് മിറർ വർക്ക് ഉണ്ട്. ഇതിൽ നിറയെ എന്തുണ്ട്, എംബ്രോയിഡറിയും ഉണ്ട്. മിറർ വർക്കും എംബ്രോയിഡറിയും. ഈ എംബ്രോയിഡറിന്റെ നടുവിലായിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ വരുന്നില്ല, കാന്ത സ്റ്റിച്ചാ വരിക. ഇതിന്റെ എംബ്രോയിഡറിന്റെ നടുവിൽ വൈറ്റ് കളറിൽ വരുന്നില്ലേ, അതൊക്കെ കാന്ത സ്റ്റിച്ചാണ്. ഇത് ഒരുവിധം വണ്ണമുള്ള ആൾക്കാർക്കെല്ലാം തയ്ക്കാൻ പറ്റുക. കണ്ടോ, ഇത്ര ഇത് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം 3XL വരെയുള്ള ആൾക്കാർക്ക് തയ്ക്കാൻ പറ്റിയതാണ് ഇത്. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ജയ്പൂരി കോട്ടൺ, അതായത് ബാന്തിനി ആയാലും ഷിബോരി ആയാലും ഈ ഹാൻഡ് മെയ്ഡ് കോട്ടണിൽ വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കെയർ ചെയ്ത് ഉപയോഗിക്കണം. കാരണം അത് ഡൈ ചെയ്ത് വരുന്ന സാധനമാണ്. അപ്പോൾ അത് ഹാൻഡ് പ്രിന്റും ആണ്, മൊത്തം ഹാൻഡ് പ്രിന്റും ആണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചാൽ അത്രയും കാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ സാധാരണ ഡിറ്റർജന്റിലിട്ട് ഒരിക്കലും കഴുകാൻ പാടില്ല. ഇത് എപ്പോഴും നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു അങ്ങനത്തെ എല്ലാം ഉപയോഗിച്ചേ കഴുകാൻ പാടുള്ളൂ. അപ്പൊ അത് അതിൻ്റെതായ ഇതേ പുതുമയോടുകൂടി തന്നെ കുറേ കാലം നിലനിൽക്കും. എൻ്റെ അടുത്ത് ഒരു 12 വർഷമല്ലോ ഉള്ള ജയ്പൂരിന്റെ ഇതേപോലത്തെ സൽവാർ സ്യൂട്ട് ഇപ്പോഴും ഉണ്ട്. അത് ഒന്നും ആയിട്ടില്ല, അതുപോലെ തന്നെ നല്ല പ്യുവർ ആയിട്ട് നല്ല ഭംഗിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ഭംഗിയിൽ നിൽക്കും. ഇത് ടോപ്പ് അല്ലേ. ഇനി വരുന്നത് അതിന്റെ പാൻറ്റും ഷോളും ആണ്. ഇതാണ് അതിന്റെ പാൻറ്, കണ്ടോ, ഇതാണ് അതിന്റെ പാൻറ്. ഇത് 2.5 മീറ്ററോളം വരും ഇതിന്റെ പാൻറ്. ഇത് വലുത്. അതാണ് ഞാൻ പറയുന്നത്, 3XL വരെയുള്ള ആൾക്കാർക്ക്, മാക്സിമം 3XL വരെയുള്ള ആൾക്കാർക്ക് തയ്ക്കാൻ പറ്റും എന്തായാലും. അതിന്റെ പാൻറിന്റെ തുണിയാണ് ഇത്, കണ്ടോ, ഇതിപ്പോ പാൻറ്റാ വരുന്നത്. ഇനി വരുന്നത് അതിന്റെ ഷോള്. ഞാൻ ഷോള് ഇതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് അതിന്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ള് എംബ്രോയിഡറി ആണ്, ഒറ്റൊരു മാറ്റം ഇല്ലാണ്ട് മുഴുവൻ എംബ്രോയിഡറിയിൽ വരുന്ന സൽവാർ സെറ്റാണ്. ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ. ഈ അടുത്ത ഡ്രസ്സ് നമുക്ക് ഒരു നല്ല പ്യൂർ രാജസ്ഥാനി എന്ന് പറയോ ഹരിയാനവി എന്ന് പറയോ എന്താ പറയാന്നറിയില്ല, നല്ല ബാന്തിനി പ്രിന്റ്, മൊത്തം ബാന്തിനിന്റെ ഒരു സൽവാർ മെറ്റീരിയൽ കാണാം. കണ്ടോ നിങ്ങള്, നല്ല ഭംഗിയിലേത് മുഴുവൻ. ഇത് എന്ന് പറയുന്നത് മുഴുവൻ ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ട് അത് ഡൈ ചെയ്തെടുക്കുക ചെയ്യാം. ഇത് പ്യുവർ ഹാൻഡ് മെയ്ഡ് സാധനമാണ്. കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ ഇതിലെ വർക്ക്. ഇതാണ് ബാന്തിനി പ്രിന്റ്. ഇതിന്റെ നമ്മൾ ചുങ്കിടി എന്നെല്ലാം പറയൂലേ, അതന്നെ. ഇതിന്റെ ബാക്കിൽ കണ്ട, ബാക്കിലും ഇങ്ങനെ വർക്ക് ഉണ്ട്. നല്ല ഭംഗിയുള്ള സൽവാർ മെറ്റീരിയൽ ആണ് കേട്ടോ. അതിന്റെ ഷോള് എന്ന് പറയുന്നത്, പാൻറ് എന്ന് പറയുന്നത് ഇതാണ്, അതന്നെ പ്യുവർ ഗ്രീന് കേട്ടോ. ഇതാണ് ഇതിന്റെ പാൻറ്. ഇതിപ്പോഴും ഇതിന് ഞാൻ ഇത് മാത്രമേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ, ഇതിന്റെ ഒന്നും പാൻറിന്റെ ഒന്നും ക്ലിയർ ചെയ്യില്ല കേട്ടോ. ഇതുപോലെ
കെട്ടി വെക്കുക ചെയ്യുക അവരിങ്ങനെ ചുരുട്ടിയിട്ട്. എന്നിട്ടാണ് അത് ഡൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇതിന്റെ കളർ എന്ന് പറയുന്നത് നമ്മളിപ്പം നല്ല കുറച്ച് പഴുത്ത ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം കളർ എന്ന് പറയാം നമുക്ക്. ഒരു തരം ഗ്രീൻ മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കളറാണ് ഇതിന്റെ. അതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഇതാ കണ്ടോ, നല്ല ഭംഗിയാണ് ഷോള്. കണ്ടോ, ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. കണ്ടോ, ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. നല്ല ഭംഗിയാണ് ഇത്. അത്ര സോഫ്റ്റ് കോട്ടണാ, പ്യൂർ മൽക്കോട്ടൺ എന്ന് നമുക്ക് പറയാം. ഇതെല്ലാം കാണുമ്പോൾ മൽക്കോട്ടൺ പോലെ ഉണ്ട്, പക്ഷെ എങ്കിൽ മൽക്കോട്ടൺ എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അത്രയും സോഫ്റ്റ് ആയിട്ടാണ്. നമുക്ക് കുറച്ച് വണ്ണലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം ഉടുത്താൽ അത്രയും നല്ല ഒതുങ്ങി നല്ല ഭംഗിയിൽ നിൽക്കും. ഇതാണെങ്കിൽ ഒരു XXL മേല ആൾക്കാർക്ക് തയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിന് വില എന്ന് പറഞ്ഞാൽ 1099 ആണ്. 1099. ഇത് പ്യൂർ ഹാൻഡ് മെയ്ഡ് സാധനമാണ്. ഇനി അതിൻ്റെ തന്നെ നമുക്ക് ജയ്പൂരി പ്രിന്റ് ഉള്ള ഒരു സൽവാർ മെറ്റീരിയൽ കാണാം. ഇതിന്റെ 2-3 കളർ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇനി നമുക്കിപ്പോ ഒഴിവുള്ളത്. കേട്ടോ, നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇതിൽ നിറയെ ഇങ്ങനെ സ്റ്റോൺ വർക്ക് എല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഇത്. ഇതിന്റെ താഴെ കണ്ടോ, ഇതാണ് ഇതിന്റെ താഴെയുള്ള പ്രിന്റ്. ഈ ജയ്പൂരിയും ഈ ബാന്തിനിന്റെ ഈ ഹാൻഡ് മെയ്ഡ് സാധനത്തിന്റെ എല്ലാം നമ്മൾ വാങ്ങിയാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് കഴുകുന്നത് ഞാൻ പിന്നെയും പറയണേ, ഇത് കഴുകുന്നത് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് മാത്രമേ കഴുകാവൂ. ഡിറ്റർജന്റ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാം നമ്മളെ നല്ല ഡ്രസ്സുകളൊന്നും ഒരിക്കലും ഡിറ്റർജന്റിൽ വാഷ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ പാൻറ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ പാൻറ്. അതുപോലെ ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് കാണിച്ചത്. ഇതെല്ലാം ഇത്രയും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അത്ര ഭംഗിയിൽ നിൽക്കും. ഇതിനെ കുറച്ച് ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടോ, എന്തൊരു ഭംഗി ഇതെല്ലാം. തന്നെ നല്ല ഭംഗിയായിരിക്കും ഇതിന് നമ്മൾ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൽക്കോട്ടൻ തന്നെ പറയണം. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണാ ഇത്. കണ്ടോ, അതിൽ വരുമ്പോ കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുള്ള തുണിയാണ്. അതിന്റെ പാൻറ്റുമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്.